നമ്മള് ഇത്രയും നേരമായിട്ട് പഠിച്ചു നമുക്ക് സോളിഡിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടറായി. ലിക്വിഡിനെ ഗ്യാസ് ആക്കാനും വേണ്ടി പറ്റും. നമ്മള് ലിക്വിഡിനെ സ്റ്റീം ടെമ്പറേച്ചർ കൊടുത്തു, ഹീറ്റ് ചെയ്തു, ഗ്യാസ് ആക്കി മാറ്റി അല്ലെ. എനിക്ക് ഇത്രയും മാറ്റാൻ പറ്റിയല്ലോ. സോളിഡിനെ ഞാൻ ഹീറ്റ് കൊടുത്തു, ലിക്വിഡ് ആക്കി മാറ്റി. ലിക്വിഡിന് ഞാൻ ടെമ്പറേച്ചർ കൊടുത്തു, ഗ്യാസ് ആക്കി മാറ്റി. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഞാൻ സോളിഡിനെ ലിക്വിഡ് ആക്കി, ലിക്വിഡിനെ ഗ്യാസ് ആക്കി. എനിക്ക് സോളിഡിനെ ലിക്വിഡ് ആക്കാതെ ഗ്യാസ് ആക്കാൻ പറ്റുമോ? അതായത് ഈ സോളിഡിനെ ലിക്വിഡ് ആവാതെ ഇത് ഡയറക്റ്റ് ഗ്യാസ് ആക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം പെട്ടെന്ന് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് ലിക്വിഡ് ആവുന്നില്ല, അത് നേരെ പോയിട്ട് ഗ്യാസ് ആവുന്നു. എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ടെമ്പറേച്ചർ കൊടുത്തു, നേരെ ഗ്യാസ് ആയിട്ട് മാറി. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ സോളിഡിനെ ലിക്വിഡ് ആക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഐസ് ഉരുകി വെള്ളമാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ലിക്വിഡ് ഗ്യാസ് ആവുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വെള്ളം ബോയിലായിട്ട് ആവി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഞാൻ ചോദിക്കുന്നു, സോളിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറുന്ന എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ക്യാംഫർ കണ്ടിട്ടുണ്ടോ മക്കളെ? കർപ്പൂരം, ക്യാംഫർ കണ്ടിട്ടുണ്ടോ? അവിടെ എന്താ സംഭവിക്കുന്നത്? ക്യാംഫർ, കർപ്പൂരം എങ്ങനെ ഉണ്ടാവുക? സോളിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും അല്ലെ ഉണ്ടാവുക. നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താവും? കർപ്പൂരം കത്തിയിട്ട് സ്റ്റീം ആവല്ലേ ചെയ്യുന്ന അല്ലെ. അപ്പൊ ഇത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറല്ലേ ചെയ്യുന്നത്. സോ നമുക്ക് എന്തും പോസിബിൾ ആണ്. സോളിഡ് ഇൻടു ഗ്യാസ് എന്ന് പറയുന്ന ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റും കൂടെ നമുക്ക് പോസിബിൾ ആണ്. അങ്ങനെ ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുകയാണെങ്കിൽ വിത്തൗട്ട് ഗോയിങ് ഇൻ ടു എ ഫേസ് ഓഫ് ലിക്വിഡ് ആയിട്ട് മാറാതെ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ സബ്ലിമേഷൻ. എന്താ വിളിക്കുക? സബ്ലിമേഷൻ. പറഞ്ഞു നോക്കൂ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം സബ്ലിമേഷൻ എന്താ? ഒരു സോളിഡ് എന്താവാണ്? ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവും. നിങ്ങളപ്പോ കർപ്പൂരത്തിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് ഫേസിലേക്ക് മാറാൻ പോവാണ്. ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു ഗ്യാസ് ഓർ ഫ്രം ഗ്യാസ് ടു സോളിഡ് ചേഞ്ച് വരികയാണെങ്കിലും നമ്മൾ അതിനെ സബ്ലിമേഷൻ തന്നെയാ പറയാ. പക്ഷെ സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്നാ പറയാ. തിരിച്ചാണെങ്കിലും സബ്ലിമേഷൻ തന്നെയാ പറയാ. സോ സോളിഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം സോളിഡ് ഇൻ ടു ഗ്യാസ് ഇസ് നോൺ ആസ് സബ്ലിമേഷൻ അല്ലെ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു ഗ്യാസ് ഓർ ഫ്രം ഗ്യാസ് ടു സോളിഡ് ഇസ് നോൺ ആസ് സബ്ലിമേഷൻ. അപ്പൊ ഒരു സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറാണ് എന്താ മക്കളെ പറയാ? സബ്ലിമേഷൻ എന്നാ അതിനെ പറയാ. എന്താ പറയാ? സബ്ലിമേഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സോളിഡ് ലിക്വിഡ് ആവുന്നതിന് എന്താ പറയാ? മെൽറ്റിംഗ് എന്നാണ് അല്ലെ പറയാ. അല്ലെങ്കിൽ അതിനെ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ച് പഠിച്ചല്ലേ. ഇനി ലിക്വിഡ് ഗ്യാസ് ആവുന്നതാണെങ്കിൽ ബോയിലിംഗ് ചെയ്യും അല്ലെ, ആൻഡ് സോളിഡ് ഇൻ ടു ഗ്യാസ് ആണെങ്കിൽ എന്താ പറയാ? സബ്ലിമേഷൻ. ക്ലിയർ അല്ലേ? അത് സബ്ലിമേഷൻ എന്താന്ന് മനസ്സിലായല്ലോ സബ്ലിമേഷൻ. ഓക്കെ. സോ നമ്മളിപ്പോ ഒരു ക്യാംഫർ പറഞ്ഞല്ലേ ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട്. വേറൊരു എക്സാമ്പിൾ ആണ് സോളിഡ് ക്യാംഫർ ഓർ അമോണിയം ക്ലോറൈഡ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ്, നിങ്ങൾ പഠിക്കണേ. അത് അമോണിയം ക്ലോറൈഡ് പറയൂ. അമോണിയം ക്ലോറൈഡ്. Camphor, ammonium chloride is heated. It changes into vapor. If the vapors are cooled, it changes into
സോളിഡ്. അപ്പം സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോളിഡ് ടു ഗ്യാസ് ഡയറക്ട്ലി ഓർ വൈസ് വേഴ്സ അല്ലെ. ഗ്യാസ് ടു സോളിഡ് ആണെങ്കിലും സബ്ലിമേഷൻ എന്നാ പറയാ. നമ്മള് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ അമോണിയം ക്ലോറൈഡ് ഉണ്ട്, ക്യാംഫർ ഉണ്ട്, വേറെയും എക്സാമ്പിൾ ഉണ്ട്, അയഡിൻ ഉണ്ട്, നാഫ്തലിൻ ഉണ്ട്, ഡ്രൈ ഐസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? സബ്ലിമേഷൻ കാണിക്കുന്ന സബ്സ്റ്റൻസസ് ആണ്. ആൻഡ് നമ്മള് സോളിഡിനെ ഗ്യാസ് ആക്കി മാറ്റിക്കഴിഞ്ഞ് അതിനെ നമ്മൾ കൂള് ചെയ്യുകയാണ്. നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ സോളിഡ് ഗ്യാസ് ആവും. ആ ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? സോളിഡ് കിട്ടും. സോ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ മക്കളെ പറഞ്ഞേ? സോളിഡിനെ ഗ്യാസ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യാ? ഹീറ്റ് ചെയ്യും അല്ലെ? ഹീറ്റ് ചെയ്യും. ഗ്യാസിനെ സോളിഡ് ആക്കാൻ എന്താ ചെയ്യാ? നമ്മള് കൂള് ചെയ്യും അല്ലെ? കൂള് ചെയ്യും. എക്സാമ്പിൾസ് എന്തൊക്കെയാ പഠിച്ചത്? നിങ്ങൾ എഴുതി വെച്ചേ എക്സാമ്പിൾസ്. ക്യാംഫർ ഉണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്, നാഫ്തലിൻ ഉണ്ട്, ആൻഡ് അയഡിൻ ഉണ്ട്, ഡ്രൈ ഐസ് ഉണ്ട്. ഡ്രൈ ഐസ് എന്താണെന്ന് അറിയോ മക്കളെ? ഡ്രൈ ഐസ് ഇത്ര എക്സാമ്പിൾ അല്ലേ നമ്മൾ പറഞ്ഞത്? അതെ, ഇത്ര എക്സാമ്പിൾസ് ഉണ്ട്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ഫോമിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നോർമലി ഏത് ഫേസിലാണ് ഉണ്ടാവുക? ഗ്യാഷ്യസ് ഫേസ് ആണ് അല്ലെ? നിങ്ങൾക്ക് അറിയാം ഗ്യാഷ്യസ് ഫേസ് ആണെന്ന്. പക്ഷെ ഗ്യാഷ്യസ് ഫേസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, സോളിഡ് സ്റ്റേറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? ഡ്രൈ ഐസ് എന്ന് പറയാം. ഓക്കെ, സ്റ്റേജ് ഷോസിലൊക്കെ നമ്മൾ ഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഡ്രൈ ഐസ് എന്ത് ചെയ്യും? പ്രഷറിൽ വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്യുക? അത് എന്താവുക? സോളിഡ് എന്ന് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. അങ്ങനെയാണ് സ്റ്റേജ് ഷോസിലൊക്കെ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മള് എക്സാമ്പിൾസ് ഓഫ് എന്ത് സബ്ലിമേഷൻ അല്ലേ? അപ്പൊ എക്സാമ്പിൾസ് എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ? ക്യാംഫർ, അമോണിയം ക്ലോറൈഡ്, നാഫ്തലിൻ, അയഡിൻ, ഡ്രൈ ഐസ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ പഠിക്കാനുണ്ട്. എങ്ങനെയാ ഇത് ചെയ്യുന്നേ? എങ്ങനെയാണ് നമുക്ക് സബ്ലിമേഷൻ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട്. സബ്ലിമേഷൻ. സോ ഈ സബ്ലിമേഷന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇത്. സബ്ലിമേഷൻ ചെയ്യുന്ന ഒരു, നിങ്ങൾക്കിപ്പോ ഈ ടേം കുറെ വട്ടം സബ്ലിമേഷൻ എന്ന് കേട്ട ടേം ഫെമിലിയർ ആയില്ലേ? സബ്ലിമേഷൻ നിങ്ങൾക്ക് പുതുതായിട്ട് കേൾക്കുന്ന ടേം ആയിരിക്കും അല്ലെ? സബ്ലിമേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് സബ്ലിമേഷൻ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ അല്ലെ? സ്റ്റാൻഡിന്റെ മുകളിൽ എന്തൊക്കെയാ വെച്ചിരിക്കുന്നത്? സ്റ്റാൻഡിന്റെ മുകളിൽ ഒരു ചൈന ഡിഷ് ഉണ്ട്. ചൈന ഡിഷ് എന്ന് പറയുന്ന ഒരു പാത്രം ഉണ്ട് അല്ലെ? ഒരു ചൈന ഡിഷ് അല്ലെ? ഒരു ചൈന ഡിഷ് ഉണ്ട്. ഇതിന്റെ മുകളിൽ നമ്മള് ഈ ചൈന ഡിഷിന്റെ അകത്ത് നമ്മള് എന്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ചൈന ഡിഷിനകത്ത് നമ്മള് അമോണിയം ക്ലോറൈഡ് വെച്ചിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡ് എന്തിനാ? അതെ, അമോണിയം ക്ലോറൈഡ് സബ്ലിമേഷൻ കാണിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ഇനി ആ അമോണിയം ക്ലോറൈഡ് എങ്ങനെയാണ് സബ്ലിമേഷൻ കാണിക്കുന്നത് എന്നാണ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ചൈന ഡിഷ് എടുത്തു. അതിനകത്ത് നമ്മൾ അമോണിയം ക്ലോറൈഡ് വെച്ചു. ഇവിടെ അമോണിയം ക്ലോറൈഡ് വെച്ചേ. അമോണിയം ക്ലോറൈഡ് ഉണ്ട് ഇവിടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നറിയോ മക്കളെ? ഒരു ഫണൽ എടുത്തിട്ട്, ഫണലില്ലേ, ആ ഫണൽ എടുത്തിട്ട് നമ്മളിത് കമഴ്ത്തി വെക്കാണ്, ഇൻവേർട്ടഡ് ആക്കി വെക്കാണ്. ഇൻവേർട്ടഡ് ആയിട്ടൊരു ഫണല് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഫണൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എന്ത് ചെയ്യാണ്? ആ ഒരു ബേണറിൽ ഇവിടെ ഒരു ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. ടെമ്പറേച്ചർ കൊടുക്കുക അല്ലെ? ഇവിടുന്ന് ഒരു ഹീറ്റ് കൊടുക്കുക ചെയ്യുക, ടെമ്പറേച്ചർ കൊടുക്കുക. അപ്പം നമുക്കിത് ആവിയായി പോകുന്നത് കാണണം.
അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇവിടെ തടഞ്ഞു നിർത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മള് ഇതിന്റെ ഈ ഇൻവേർട്ടഡ് ഫണലിന്റെ മൗത്ത് ഇത് ഓപ്പണിങ് എന്ത് വെച്ചിട്ട് അടയ്ക്കുകയാണ്? ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് നമ്മൾ അതിനെ ലോക്ക് ചെയ്ത് കളയാണ്. നമ്മള് അത് വെച്ചിട്ട് അടച്ചു കളയും. അപ്പം സെറ്റിങ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ചൈന ഡിഷിന്റെ അകത്ത് നമ്മൾ അമോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്. അമോണിയം ക്ലോറൈഡ് ഇവിടെ ഉണ്ട്. ആൻഡ് നമ്മളൊരു ഇൻവേർട്ടഡ് ഫണൽ എടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഈ അമോണിയം ക്ലോറൈഡിനെ നമ്മൾ തിരിച്ച് കമിഴ്ത്തി വെച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് ഇത് എസ്കേപ്പ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ ഈ സെറ്റപ്പ്, ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇതാ. ആൻഡ് നമ്മളിവിടെ ബേണറിൽ തീ കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഹീറ്റ് കൊടുക്കാണ്. ഹീറ്റ് കൊടുക്കുമ്പോ എന്താണെന്നറിയോ സംഭവിക്കാൻ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അമോണിയം ക്ലോറൈഡ് ആണ്, അത് സബ്ലൈം ചെയ്യുന്ന ആളാണ് അമോണിയം ക്ലോറൈഡ്. അപ്പൊ ഇതെന്ത് ചെയ്യുന്നറിയോ? വേപ്പറായിട്ട് പോവും. ചൂടാക്കുമ്പം ഇത് വേപ്പറായിട്ട് പോവും. പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇവിടെ ഇത് ബ്ലോക്ക് ആവും അല്ലെ? അത് ക്ലോസ്ഡ് ആണ് അല്ലെ? ആ എൻഡ് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് അവിടെ ബ്ലോക്ക് ആവും അല്ലെ? അപ്പൊ അത് അങ്ങോട്ട് പോവൂല. പിന്നെ അതെന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ്സിൽ, ഈ വാൾസിൽ എന്ത് ചെയ്യും? ഇതിന്റെ വാളുകളില് ഇത് സോളിഡ് ആയിട്ട് എന്ത് ചെയ്യും? പറ്റിപ്പിടിക്കുക ചെയ്യാതെ അങ്ങോട്ട് പോവൂല. അത് കണ്ടൻസ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും? പറ്റിപ്പിടിക്കും. അപ്പൊ നമുക്ക് എടുത്തു നോക്കുമ്പോ ഈ സൈഡ്സിലൊക്കെ എന്ത് കാണാൻ പറ്റും? അമോണിയം ക്ലോറൈഡിന്റെ വേപ്പേഴ്സ് കാണാൻ വേണ്ടി പറ്റും. അതാണ് അമോണിയം ക്ലോറൈഡ് സബ്ലിമേഷൻ കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണിത്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ? ഒന്നുമില്ല. ഒരു ചൈന ഡിഷിന്റെ അകത്ത് അമോണിയം ക്ലോറൈഡ് എടുത്തു, ഒരു ഇൻവേർട്ടഡ് ഫണൽ എടുത്തു, ആ ഫണലിന്റെ അറ്റം ഒരു കോട്ടൺ പീസ് വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചു. ആൻഡ് ദെൻ താഴേന്ന് നമ്മൾ ഹീറ്റ് കൊടുത്തു. ഈ ഹീറ്റ് കൊടുക്കുമ്പം ഈ അമോണിയം ക്ലോറൈഡിന് സബ്ലിമേഷൻ സംഭവിക്കും, അത് വേപ്പറായിട്ട് മാറും. പക്ഷെ ഇവിടെ ഇതിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ ഇവിടെ ഒരു കോട്ടൺ പീസ് വെച്ച് അടച്ചിരിക്കുകയാണ്. സോ അതെന്ത് ചെയ്യും? ഈ വാൾസിൽ പോയിട്ട് ഈ വേപ്പേഴ്സ് പറ്റിപ്പിടിക്കും. ഇതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായ എന്ത്? അമോണിയം ക്ലോറൈഡ് സബ്ലിമേഷൻ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആയോ നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ്? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മള് ബോയിലിംഗ് പഠിച്ചു, മെൽറ്റിംഗ് പഠിച്ചു, ലേറ്റന്റ് ഹീറ്റ് പഠിച്ചു അല്ലെ? പിന്നെ നമ്മള് സബ്ലിമേഷനും പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് ഇവാപറേഷൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. കുറച്ച് 2-3 ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാം. ഇതാണ് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ബേസ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതിനകത്ത് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല അല്ലെ? ആകെ പഠിക്കാനുള്ളത് സോളിഡ് ലിക്വിഡ് ഗ്യാസിന്റെ എങ്ങനെയാണ് ഇതിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലെ? ആ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇതിന്റെ മൂവ്മെന്റ്, ഇതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും, ഇതിന്റെ വോളിയം ആയാലും ഷേപ്പ് ആയാലും ഒക്കെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? സോ അത് നിങ്ങൾ ആ ബേസ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ബേസ് ക്ലിയർ ആക്കി വെക്കണം. എന്നാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് വീണ്ടും കണ്ടന്റ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സബ്ലിമേഷൻ ആയിരുന്നു. എന്തായിരുന്നു? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം എ സോളിഡ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലെ? അതായിരുന്നു സബ്ലിമേഷൻ. അത്രയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തു, സബ്ലിമേഷൻ കാണിക്കുന്ന കുറച്ച് സബ്സ്റ്റൻസസിനെ പരിചയപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇവാപറേഷൻ ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ മക്കളെ, നമ്മൾ മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? നമ്മൾ ആ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? സ്റ്റേറ്റ്സ്, കുറെ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു നമ്മൾ ബിഗിനിങ്ങിൽ പഠിച്ചത്. മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, പാർട്ടിക്കിൾസിന്റെ നാച്ചർ പഠിച്ചു, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ 3 സ്റ്റേറ്റ്സ് പഠിച്ചു, അതിന്റെ മോളിക്കുലാർ അല്ലെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് നിങ്ങൾ പഠിച്ചു, അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് എങ്ങനെ മാറ്റാം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിച്ചല്ലേ? സോളിഡിനെ എങ്ങനെ ലിക്വിഡ് ആക്കാം, ലിക്വിഡിനെ എങ്ങനെ ഗ്യാസ് ആക്കാം, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സോളിഡിനെ എങ്ങനെ ഡയറക്ട്ലി ഗ്യാസ് ആക്കാം എന്നൊക്കെ പഠിച്ചു. അതിന് നമ്മൾ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആക്കുന്നതിനെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? യെസ്, സബ്ലിമേഷൻ അല്ലെ? സബ്ലിമേഷൻ പഠിച്ചു, അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു, കുറച്ച് ഒരു എക്സ്പെരിമെന്റ് അല്ലേ പഠിച്ച? അമോണിയം ക്ലോറൈഡിന്റെ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചു. അങ്ങനെ നമ്മള് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെ? ഒരു സാധനത്തിൽ നിന്ന് വേറൊരു സോളിഡിനെ ലിക്വിഡിനെ ഗ്യാസ്, സോളിഡിനെ ഗ്യാസ്, ഇവിടെയൊക്കെ നമ്മള്
ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാറ്റാന്ന് പഠിച്ചല്ലേ. അപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ആക്കണമെങ്കിൽ 2 കാര്യങ്ങളിലും വ്യത്യാസം വരുത്തിയാൽ മതി. ഒന്നില്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ അല്ലെ, ഒന്നില്ലേ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ അല്ലെ. അതിനകത്ത് ടെമ്പറേച്ചർ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വ്യത്യാസം വരുത്തുമെന്ന് പഠിച്ചല്ലേ. ടെമ്പറേച്ചർ സോളിഡിന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിക്വിഡായി, ടെമ്പറേച്ചർ കൊടുത്തപ്പം ലിക്വിഡായി, ലിക്വിഡിന് ടെമ്പറേച്ചർ കൊടുത്തപ്പം എന്തായി, ഗ്യാസ് ആയി. ഇനി സോളിഡിന് ടെമ്പറേച്ചർ കൊടുത്തപ്പം എന്തായി, ഗ്യാസ് ആയി. അപ്പൊ നിങ്ങൾക്ക് ആ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റും വ്യത്യാസം മനസ്സിലായല്ലോ, പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റും മനസ്സിലായല്ലോ. സോളിഡ് ആവുമ്പം അടുത്തടുത്തായിരുന്നു, ടെമ്പറേച്ചർ കൊടുത്തപ്പം ലിക്വിഡായി അല്ലെ, കുറച്ച് വിട്ടുവിട്ടായി. വീണ്ടും ടെമ്പറേച്ചർ കൊടുത്തപ്പം ഗ്യാസ് ആയി അല്ലെ, കുറെ ദൂരെയായി അല്ലെ പാർട്ടിക്കിൾസ്. അങ്ങനെയായിരുന്നു നമ്മള് ഇഫക്ട് ഓഫ് ടെമ്പറേച്ചർ പഠിച്ചത് അല്ലെ. ഇനി നമുക്ക് പ്രഷറിനെ എങ്ങനെ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റില് വ്യത്യാസം വരുത്താൻ പറ്റുന്ന നോക്കാം. അപ്പൊ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താവുന്നുണ്ട്, സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. സോളിഡിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരുന്നു, ലിക്വിഡിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാന്ന് പഠിച്ചു. ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ്, അവരുടെ സ്പേസ് എങ്ങനെയാണ്, അവരുടെ എനർജി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്, ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാല് എന്താണ്, എങ്ങനെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വരുന്നതെന്ന്. ഞാൻ പ്രഷർ എന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യം ഒരു 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 സ്ലൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ കണ്ടത്, പ്രഷറിന്റെ എഫക്റ്റ് ഞാൻ ഇതിന് മുമ്പ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്റർ തന്നെ. ഇല്ലേടാ, അതാ ഇവിടെ നിങ്ങൾ നോക്കിക്കേതാ, ഞാൻ പറഞ്ഞു സോളിഡ് ആണെങ്കിൽ നമുക്ക് കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം അവരുടെ മോളിക്യൂൾസ് ഭയങ്കര അടുത്താന്ന് ഞാൻ പറഞ്ഞില്ലടാ. ലിക്വിഡ് ആണെങ്കിലോ നമുക്ക് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിക്വിഡിനെ കുറച്ചും കൂടി കംപ്രസ് ചെയ്യാം, കാരണം ഓൾറെഡി അവരുടെ ഇടയിൽ എന്താണ് മോളിക്യൂൾസ് സോളിഡിനെ അപേക്ഷിച്ച് കുറച്ച് വിട്ടാണ് അല്ലെ. അപ്പൊ എന്താ, നമുക്ക് കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ അടുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും അല്ലേ. ഗ്യാഷ്യസ് ആണെങ്കിലോ കൊറേ ദൂരെയാന്ന് പറഞ്ഞല്ലേ, കൊറേ ദൂരെയാണ് ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളതെന്ന് പറഞ്ഞു. സോ നമുക്ക് കംപ്രസ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രഷർ കൊടുത്തിട്ട് കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ഗ്യാസിനെ അടുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നു. അതാണ് നമ്മള് ലിക്വിഡ് പെട്രോളിയം ഗ്യാസിലാണെങ്കിലും CNGയിലൊക്കെ നമ്മള് അതിന്റെ ആപ്ലിക്കേഷൻസ് കണ്ടല്ലേ. ഗ്യാസിനെ പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്ന, കംപ്രസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ പ്രഷറിന്റെ ഇഫക്റ്റ് ആണ് നമ്മള് ഇവിടെ പറയുന്നത് അല്ലെ, എങ്ങനെയൊക്കെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നു. സോ നമുക്ക് എന്ത് മനസ്സിലായി, സോളിഡ് സ്റ്റേറ്റിന് പ്രഷറിന് കാര്യമായ റോളൊന്നും ഇല്ല. ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റിനും സോളിഡിനെ അപേക്ഷിച്ച് കുറവാണ്, പക്ഷേ ഗ്യാഷ്യസ് സ്റ്റേറ്റ് കൂടുതലാണ്. പക്ഷെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രഷറിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെ, വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റില് പ്രഷറിന്. സോ നമുക്ക് പ്രഷറിന്റെ ഇഫക്റ്റ് എങ്ങനെയാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എന്ന് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, so when pressure is applied on gas, the particles come closer and the gas changes into liquid. ക്ലിയർ അല്ലേ? അതാണ് ഞാനിപ്പോ പറഞ്ഞത്, ഗ്യാസിന്റെ മോളിക്യൂൾസ് വളരെ ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ നമ്മൾ ഇതിന് പ്രഷർ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മോളിക്യൂൾസ് അടുത്തടുത്ത് വരും അല്ലെ. ഈ ദൂരെയുള്ള സാധനത്തിന് നമ്മൾ പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് ക്ലോസർ ആയിട്ട് വരും. ആൻഡ് ഇതൊരു ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ ഫോം ആണെങ്കിൽ മോളിക്യൂൾസ് കുറച്ചും കൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് എന്ത് സ്റ്റേറ്റ് ആണ് മക്കളെ, അത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസസിനെ എന്ത് ചെയ്യാൻ പറ്റും, ലിക്വിഡ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറഞ്ഞത്, പാർട്ടിക്കിൾസ് കുറെ ദൂരെയുള്ള ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പ്രഷർ കൊടുത്ത് അതിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പാർട്ടിക്കിൾസ് കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിട്ട് നമുക്കൊരു ലിക്വിഡിന്റെ ഫോമിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ഗ്യാസിനെ ലിക്വിഡ് ആക്കാം ബൈ അപ്ലൈയിങ് പ്രഷർ. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എന്താ ഞാൻ പറഞ്ഞത്, when pressure is applied on gas, the particles come closer and the gas changes into liquid. നമുക്ക് ഗ്യാസിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ നമ്മള് പ്രഷർ കൊടുത്താ മതി. ഞാൻ ചോദിക്കട്ടെ, ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കൊടുക്കണം, പ്രഷർ കൂട്ടുമ്പം, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ, പ്രഷർ കൂട്ടുമ്പം ഇത് ഗ്യാസ് ആണ്, ഇവിടെ ഞാൻ പ്രഷർ കൂട്ടുക,
ഞാൻ ഇതിന്റെ പ്രഷർ കൂട്ടുകയാണ്, എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എന്താ മക്കളെ കിട്ടുക? എനിക്ക് ലിക്വിഡ് ആയിട്ട് കിട്ടും അല്ലെ? മോളിക്യൂൾസ് ലിക്വിഡ് ഓർ ലിക്വിഡ് എന്നല്ല, മോളിക്യൂൾസ് ലിക്വിഡ് ആവുകയും ചെയ്യും. മോളിക്യൂൾസ് എന്ത് ചെയ്യും? കം ക്ലോസർ അല്ലെ? മോളിക്യൂൾസ് തമ്മിൽ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? അടുത്തേക്ക് വരും അല്ലെ? ഈ പാർട്ടിക്കിൾസിന് പ്രഷർ കിട്ടുമ്പോൾ ഇത് എന്താവും? ഇത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് വരും അല്ലെ? രണ്ടും കൂടി അടുത്തേക്ക് വരും അല്ലെ? ഇനി ഇത് ഞാൻ പ്രഷറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ടെമ്പറേച്ചറാ കൂട്ടുന്നത്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാല് പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരുമോ മക്കളെ? പാർട്ടിക്കിൾസ് അടുത്തേക്കാണോ വരിക? അല്ല അല്ലെ? ടെമ്പറേച്ചർ കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? വീണ്ടും വീണ്ടും എനർജി കൂടും, വീണ്ടും വീണ്ടും മോളിക്യൂൾസ് അകർന്നു പോകും. ഒന്നാമതേ ഗ്യാസിന് ചോദിക്കാനും പറയാനും ആരുമില്ല, എങ്ങോട്ടേക്ക് പോയാലും കുഴപ്പമില്ല. ടെമ്പറേച്ചർ കൊടുക്കും, ഇവരുടെ ഇടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോലും ഇല്ല. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇല്ലാത്ത ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി എന്ത് ചെയ്യും? ഉണ്ടായി പോവും അല്ലെ? അപ്പൊ കുറെ ഡിസ്റ്റൻസിലാവുക ചെയ്യുക. അപ്പം ടെമ്പറേച്ചർ കൂട്ടാൻ പാടില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കുറച്ചു. ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഇതിന്റെ കൈനറ്റിക് എനർജിയിൽ എന്ത് വ്യത്യാസം വരും? കൈനറ്റിക് എനർജി കുറയും അല്ലെ? കാരണം ടെമ്പറേച്ചർ കൂടുമ്പം കൈനറ്റിക് എനർജി കൂടും, അപ്പൊ കൂടുതൽ ഈസി ആയിട്ട് മൂവ് ചെയ്യും. പക്ഷേ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഡിസ്റ്റൻസിലുള്ള പാർട്ടിക്കിൾസ് വേണമെങ്കിൽ ചിലപ്പം അടുത്തേക്ക് വരും അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴാണ് ഡിസ്റ്റൻസ് കൂടുന്നത്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നത്. ആൻഡ് ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാല് ഇത് കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് വരും. നിങ്ങൾക്ക് അത് പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞത്? We can liquefy gases by applying pressure and reducing the temperature. ടെമ്പറേച്ചർ കുറയ്ക്കുകയും പ്രഷർ അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാസിനെ ലിക്വിഡ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. സോ ഒരു ഗ്യാസിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബൈ അപ്ലൈയിങ് ടെമ്പറേച്ചർ ആൻഡ് ബൈ റെഡ്യൂസിങ് പ്രഷർ വി ക്യാൻ കൺവേർട്ട് എ ഗ്യാസ് ഇൻടു ലിക്വിഡ് അല്ലെ? നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റും ഗ്യാസിനെ. എങ്ങനെ? ഒന്നുകിൽ പ്രഷർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക. ഈ രണ്ട് മെത്തേഡ്സ് ആണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്യാസിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ക്ലിയർ ആയോ? ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുക, ടെമ്പറേച്ചർ കുറയ്ക്കുക, പ്രഷർ അപ്ലൈ ചെയ്യുക. ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കംപ്രസ്ഡ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ് ഡ്രൈ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മക്കളെ? കംപ്രസ്ഡ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത്? അതായത് ഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ടുള്ള, സോളിഡ് ആക്കി മാറ്റിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡ്രൈ ഐസ് എന്ന് പറയാം. ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ കംപ്രസ് ചെയ്ത്, പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്തിട്ട് സോളിഡ് ആക്കി വെച്ചേക്കുക അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞത് അല്ലെ? അതിനെ നമ്മൾ അപ്പൊ പ്രഷർ ഒന്ന് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പ്രഷർ കൂട്ടി എന്ത് ചെയ്തിരിക്കുക? കംപ്രസ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക? പ്രഷർ കുറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മോളിക്യൂൾസ് വീണ്ടും എന്ത് ചെയ്യും? ഡിസ്റ്റൻസിലേക്ക് പോവും. ആ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെ വരും? സോളിഡ് ആക്കി കംപ്രസ് ചെയ്ത് വെച്ച സാധനം പെട്ടെന്ന് പ്രഷർ ഇല്ലാണ്ടാവുമ്പോ എന്ത് സംഭവിക്കും? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് തന്നെ പോവുകയും ചെയ്യും അല്ലെ? നിങ്ങൾ ഈ സോഡ വാട്ടറിൽ ലിക്വിഡ് ആണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ എന്താ ചെയ്യുന്നത്? പ്രഷർ അപ്ലൈ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചേക്കല്ലേ? നമ്മൾ ആ പ്രഷർ പോക്കുമ്പോൾ, അതായത് നമ്മൾ ആ അടപ്പ് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യുന്നില്ലേ? സെയിം വേ ഇവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് സോളിഡ് ആക്കി വെച്ചേക്കാണ്. നമ്മൾ ആ പ്രഷർ റെഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ, പ്രഷർ കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ചേഞ്ചസ് ഡയറക്ട്ലി ടു ഗ്യാസ് ആയിട്ട് മാറും, വിതൗട്ട് കമ്മിങ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. അത് ലിക്വിഡിലേക്കല്ല മാറുക. പ്രഷർ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുമ്പോൾ അത് സോളിഡ് ആയിട്ടുള്ള, കംപ്രസ് ചെയ്തിട്ടുള്ള ഗ്യാസിനെ സോളിഡ് ആക്കി വെച്ചേക്കുന്നതിനെ നമ്മൾ പ്രഷർ കുറയ്ക്കുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ടാ മാറുക ചെയ്യുക. അല്ലാതെ സോളിഡ് സ്റ്റേറ്റിൽ പോയി, ഈ ഡ്രൈ ഐസ് സോളിഡിൽ പോയി, സോളിഡ് എന്ന് ലിക്വിഡ് പോയി, ലിക്വിഡ് എന്ന് ഗ്യാസ് ആവുക, അങ്ങനെയല്ല ചെയ്യാം. സോളിഡ് എന്ന് എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറും. അതാണ് എന്ത് ദാറ്റ് ഈസ് ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ഗ്യാസസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഗ്യാസസിന് പ്രഷർ കൊടുക്കുകയും ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? അതല്ലേ പറഞ്ഞത്? ബൈ അപ്ലൈയിങ് പ്രഷർ ആൻഡ് ബൈ റെഡ്യൂസിങ് ടെമ്പറേച്ചർ വി ക്യാൻ കൺവേർട്ട് ഓർ വി ക്യാൻ ലിക്വിഫൈ ഗ്യാസസ്. അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അത് ക്ലിയർ അല്ലേ മക്കളെ നിങ്ങൾക്ക്?
ഗ്യാസിന്റെ മോളിക്യൂൾസ് ഭയങ്കര ഡിസ്റ്റൻസിലാണുള്ളത്. നമുക്ക് ആ ഡിസ്റ്റൻസ് കുറച്ച് മിനിമൈസ് ചെയ്ത് ലിക്വിഡിന്റെ ഒരു ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്താൽ മതി. അതിന്റെ കംപ്രസ് ചെയ്തിട്ടുള്ള സോളിഡിന്ന് പ്രഷർ പെട്ടെന്ന് നമ്മൾ റിലീസ് ചെയ്യുമ്പം അത് ലിക്വിഡ് സ്റ്റേറ്റിൽ പോവാതെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ഇൻ ഡ്രൈ ഐസ്. അതാണ് ഡ്രൈ ഐസിൽ നടക്കുന്നത്. നമ്മൾ സ്റ്റേജ് ഷോസിലൊക്കെ സെയിം മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മള് ഇന്റർ കൺവേർഷൻ ഓഫ് 3 states of matter. The states of matter are interconvertible. അത് നമ്മൾ പഠിച്ചല്ലോ. നമ്മൾ ഓരോ സ്റ്റേറ്റൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ലേ? സോളിഡ് എന്നെ ലിക്വിഡ് ആക്കി, ലിക്വിഡിനെ ഗ്യാസ് ആക്കി, ഗ്യാസിനെ സോളിഡ് ആക്കി, സോളിഡിനെ ഗ്യാസ് ആക്കി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നോക്കി അല്ലേ? എന്തൊക്കെ ഉപയോഗിച്ചിട്ട്? എന്തൊക്കെ സാധനങ്ങള്? രണ്ട് സാധനം അല്ലേ? വ്യത്യാസം വരുത്തി എന്തിലൊക്കെയാ? ബൈ വാരിയിങ് പ്രഷർ or temperature. By changing pressure or temperature we can interconvert the 3 stages. അല്ലെ, നമുക്ക് 3 സ്റ്റേജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർകൺവേർട്ട് ചെയ്യാൻ പറ്റും. The state of matter can be changed by changing the temperature or pressure. നമ്മൾ ടെമ്പറേച്ചറും പ്രഷറുമാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്റർകൺവേർഷൻ ഓഫ് സ്റ്റേറ്റിന് രണ്ട് കാര്യങ്ങളാണ്. By changing temperature, either by changing temperature or by changing pressure. 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമുക്ക് ഇന്റർകൺവേർഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നോക്കൂ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് സോളിഡ് ആണ്. ഇതെന്തുകൊണ്ടാണ് സോളിഡ് ആണെന്ന് നിങ്ങൾ പറയുന്നത്? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സോളിഡ് ആണെന്ന് മനസ്സിലായത്? നിങ്ങൾ പറയും ഇതിന്റെ പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓർഡർലി അറേഞ്ച്മെന്റ് ആണ് അല്ലെ? പിന്നെയോ ഇതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ഇതിനൊരു ഷേപ്പ് ഉണ്ട്. അങ്ങനെ ഈ ക്രൈറ്റീരിയ എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതൊരു സോളിഡ് ആണെന്ന്. ആൻഡ് ഇതെന്താ? ഇത് ലിക്വിഡ് ആണ് അല്ലെ? ദിസ് ഇസ് എ ലിക്വിഡ്. അതെന്താ നിങ്ങൾ ഇത് ലിക്വിഡാന്ന് പറയുന്നത്? ഇതെങ്ങനെയാ ലിക്വിഡാന്ന് പറയാൻ പറ്റുന്നത്? അതെ, ഇതിന്റെ പാർട്ടിക്കിൾസ് എങ്ങനെയാ ഉള്ളത്? കുറച്ചൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട്, വല്ലാണ്ട് ഡിസ്റ്റൻസിലും അല്ല, എന്നാ കുറച്ച് അടുത്തുമാണ് അല്ലെ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഇടയിലുള്ള സ്പേസ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഇടയിലുള്ള മൂവ്മെന്റ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാം. ആൻഡ് ഇതിന്റെ ഷേപ്പ് എങ്ങനെയാന്ന്, ഇതിനൊരു ഫിക്സഡ് വോളിയം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഷേപ്പ് കണ്ടെയ്നറിന്റെ ഷേപ്പ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായിരുന്നു ലിക്വിഡ് സ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ അല്ലെ? ഇത് ഫ്ലൂയിഡിറ്റി ഉണ്ട് അല്ലെ? ഇതിന് ഫ്ലൂയിഡിറ്റി ഉണ്ട്. ആൻഡ് ദിസ് ഇസ് എ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇതെന്താണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? അതെ, ഇതിന്റെ മോളിക്യൂൾസ് ഭയങ്കര ഡിസ്റ്റൻസിലാണ് ഉള്ളത്. ഇത് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അറിയാം, ഇതിന്റെ മൂവ്മെന്റ് അറിയാം, ഇതിന്റെ എനർജി അറിയാം, ഇതിന്റെ ഷേപ്പ് അറിയാം, ഇതിന്റെ സൈസ് അറിയാം, ഇതിന്റെ എല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ? ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ. സോ ഈ ഒരു സോളിഡിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? സോളിഡിനെ എങ്ങനെയാ ലിക്വിഡ് ആക്കുക? മെൽറ്റിംഗ് ചെയ്താൽ മതി. ആൻഡ് ലിക്വിഡിനെ സോളിഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത? ഈ ആരോ മാർക്ക് എന്തിനാ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ കാണിക്കുന്നതാണ് ഞാൻ ആരോ മാർക്ക് കേട്ടോ. ആരോ മാർക്കിന്റെ മുകളിൽ ഫ്രീസിങ് എഴുതി കഴിഞ്ഞാൽ ലിക്വിഡിനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ആവുക. ആരോന്റെ എൻഡില് ഈ ആരോ എൻഡിന്റെ എങ്ങോട്ടേക്കാണ് ഈ ആരോ എൻഡ് പോയിന്റ് ചെയ്യുന്നത്, അതായിരിക്കും അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ റിയാക്ഷൻ കഴിഞ്ഞ് നമുക്ക് എന്താണ്, ആ ഒരു ചേഞ്ച് കഴിഞ്ഞ് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് കാണിക്കുന്നത് ആരോ ഹെഡ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് തുടങ്ങുന്നത് ഇവിടുന്നായിരിക്കും. ഈ ആരോ ഹെഡ് ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് ഫസ്റ്റ് ഇവിടുന്നാ തുടങ്ങുന്നത്, എന്നിട്ട് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്, എന്നിട്ട് നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആരോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സാധനം ഈ സൈഡിലാണ് കേട്ടോ. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പം സോളിഡിനെ മെൽറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് കിട്ടും, ലിക്വിഡിനെ ഫ്രീസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് കിട്ടും. ആൻഡ് ലിക്വിഡിനെ നമുക്ക് ഹീറ്റ് ചെയ്ത് ഇവാപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാഷ്യസ് സ്റ്റേറ്റ് കിട്ടും. നേരെ മറിച്ച് ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു അടപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തണുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് ലിക്വിഡായിട്ട് തന്നെ കിട്ടും അല്ലെ? എന്ത് സംഭവിക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്? കണ്ടൻസേഷൻ സംഭവിക്കുന്നത് അല്ലെ? കണ്ടൻസേഷൻ സംഭവിക്കും. എന്താ സംഭവിക്കുന്നത്? കണ്ടൻസേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് സ്റ്റീമിലുള്ള വേപ്പർ ഫേസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ലിക്വിഡ് കിട്ടും. അപ്പം
അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? നമ്മൾ ഒരു സാധനം, ഒരു വാട്ടർ ഒരു പാത്രത്തിൽ ബോയിൽ ചെയ്ത സമയത്ത് നമ്മൾ എന്താവുക ചെയ്യുന്നത്? സ്റ്റീമിലേക്ക് മാറുക ചെയ്യുന്നത് അല്ലെ? ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ അത് സ്റ്റീമിലേക്ക് മാറും അല്ലെ? എന്നിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യാണ്, ഒരടപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ അടച്ചു വെക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ അടപ്പിൽ എന്തുണ്ടാവും? ആ അടപ്പിൽ എന്തുണ്ടാവും? ഇത് അടപ്പാന്ന് വിചാരിച്ചോ, ഇതിലിങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും അല്ലെ? വെള്ളത്തിന്റെ തുള്ളികൾ കാണാൻ പറ്റാറില്ലേ നിങ്ങൾക്ക്? അതെന്തുകൊണ്ടാ? വാപ്പർ ഫേസിലുള്ള ഒരു സാധനം, സ്റ്റീമിന്റെ ഗ്യാഷ്യസ് ഫേസിലുള്ള ഒരു സാധനത്തിന് തണുത്തിട്ട് കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് അത് ലിക്വിഡായിട്ട് മാറുന്നതാണ്. അത് ലിക്വിഡിലേക്ക് മാറുന്നതാണ്. ഓക്കെ. ആൻഡ് സോളിഡ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലേക്ക് മാറുന്നതിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് എന്ത്? സബ്ലിമേഷൻ. ആരൊക്കെയായിരുന്നു സബ്ലിമേഷൻ കാണിക്കുന്ന ആൾക്കാര്? നാഫ്തലിൻ ഉണ്ടായിരുന്നു, അമോണിയം ക്ലോറൈഡ് ഉണ്ടായിരുന്നു, ക്യാംഫർ ഉണ്ടായിരുന്നു, ഡ്രൈ ഐസ് ഉണ്ടായിരുന്നു, ഇവരെല്ലാം അയഡിൻ ഉണ്ടായിരുന്നു അല്ലെ? ഇവരൊക്കെ സബ്ലൈം ചെയ്യുന്നവരാണ്. സോളിഡ് ഡയറക്ട്ലി ഇൻടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് മാറുന്നവരായിരുന്നു അല്ലെ? സബ്ലിമേഷൻ. ആൻഡ് തിരിച്ച് ഗ്യാഷ്യസ് ടു സോളിഡ് നമ്മൾ സബ്ലിമേഷൻ എന്നും വിളിച്ചിരുന്നു അല്ലെ? തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞിരുന്നു. ഓൾസോ വേറൊരു പേരും കൂടെ പറയാം. ഗ്യാസ് ടു സോളിഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഡിപ്പോസിഷൻ. എന്താ പറയാ? ഡിപ്പോസിഷൻ. അപ്പം സോളിഡ് ടു ലിക്വിഡ് ബൈ മെൽറ്റിംഗ്, ലിക്വിഡ് ടു സോളിഡ് ബൈ ഫ്രീസിംഗ്, liquid to gas by evaporation, gas to liquid by condensation, and solid directly to gases by sublimation, and gas to solid deposition or sublimation. രണ്ട് ടേംസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് ഇത്. ഇന്റർ കൺവേർഷൻ അല്ലെ? ഇനി for any instance, why does the temperature remaining constant during the change of state? ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാലും ചേഞ്ച് ഓഫ് സ്റ്റേറ്റില് ടെമ്പറേച്ചർ എന്താ സംഭവിക്കുന്നത്? റിമൈൻസ് കോൺസ്റ്റന്റ്. ആ ഒരു ഫുൾ ഫേസ് സോളിഡ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് കഴിയാതെ എന്താവില്ല? അതിന് ടെമ്പറേച്ചർ കൂടില്ല. ഒരു സാധനം ഞാൻ പറഞ്ഞ സെയിം സാധനമാണ്. സോളിഡ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു, നമുക്ക് ലിക്വിഡ് ആയിട്ട് മാറണമെങ്കിൽ നമ്മൾ എത്ര ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആവാതെ എന്ത് ചെയ്യില്ല, അതില് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവില്ല. കാരണം എന്താ? ഹീറ്റ് ഗെറ്റ്സ് യൂസ്ഡ് അപ്പ് ഇൻ ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ബൈ overcoming the forces of attraction between the particles. ആ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പിന്നെ അതിനകത്ത് ഫുൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പിന്നെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് മീൻസ് റൈസ് ഇൻ ടെമ്പറേച്ചർ നടക്കുള്ളൂ. അതുവരെ നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുക? ഫോർ ഓവർകമ്മിങ് ദി ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ആ പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ മുഴുവൻ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്.